Good morning. We are going to see what is discipline and punishment. Clear? Discipline and punishment എന്താ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ act of indiscipline or misconduct, that is what we are going to see today. Clear? And acts of misconduct, you have three types of offenses: minor offenses, major offenses, and intolerable offenses. Like I can explain you, misconduct means what? Violation of rules or regulations or procedures. Clear? നമ്മൾ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് വർക്ക് ചെയ്യാതിരുന്നാൽ അത് മിസ്കണ്ടൻറ്റ് ആണ്. ക്ലിയർ? ഡിസിപ്ലിനറി പ്രോബ്ലംസ് ആണ് മിസ്കണ്ടൻറ്റ് ആയിട്ട് നമ്മൾ പറയാറ്. അപ്പോൾ ആക്ട് ഓഫ് മിസ്കണ്ടൻറ്റ് മൂന്ന് തരത്തിലുണ്ട്. വൺ ഇസ് മൈനർ ഒഫൻസസ്, ചെറിയ രീതിയിലുള്ള ഒഫൻസുകളാണ്. അപ്പോൾ പിന്നെ നമുക്ക് തോന്നില്ല അത് സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കുമെന്ന് ഫീൽ ചെയ്യില്ല. പക്ഷേ ഭാവിയിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഇഷ്യൂസ്. ചില സമയത്ത് നമ്മൾ റൂൾസ് ഫോളോ ചെയ്തില്ല, അത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ് ടു മേജർ ഒഫൻസസ്. അപ്പോൾ കെയർലെസ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഒഫൻസുകളാണെങ്കിലും ദാറ്റ് വിൽ എഫക്റ്റ് അവർ ഗുഡ് വിൽ ഓർ റെപ്യൂട്ടേഷൻ. ആൻഡ് മേജർ ഒഫൻസസ് ആർ ലൈക്ക് നമ്മൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മൾ ഓർഗനൈസേഷന് നഷ്ടം വരുത്തുക, അങ്ങനെയൊക്കെ. ഇപ്പോൾ ചിലപ്പോൾ റൂൾസ് ക്യാരി ഔട്ട് ചെയ്യുക, ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെൻറ്റ്സും ഉണ്ടാവും. ആൻഡ് ഫൈനലി ഇൻടോളറബിൾ ഒഫൻസസ്. ഇൻടോളറബിൾ ഒഫൻസസ് എന്ന് പറയുമ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള ഒഫൻസുകളെയാണ് നമ്മൾ ഇൻടോളറബിൾ ഒഫൻസസ് ആയിട്ട് പറയണത്, ഇല്ലീഗൽ ആയിട്ടുള്ള ഒഫൻസുകളെ. ക്ലിയർ? അപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള, അപ്പം ചില സമയത്തുണ്ടല്ലോ ഫൈറ്റിംഗ് ഇൻ ദ വർക്ക് പ്ലേസിലുള്ള ഫൈറ്റിങ്സൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണത്. ക്ലിയർ? അങ്ങനെ ഒരു ഫൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതൊക്കെ ഇൻടോളറബിൾ ആണ്. ചില സമയത്ത് ഡ്രഗ്സ് യൂസ് ചെയ്യുക, വെപ്പൺസ് യൂസ് ചെയ്യുക, ഇതൊക്കെ ഇൻടോളറബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെൻറ്റ്സ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. Now we are going to discuss what are the kinds of punishment. You have minor offenses and major offenses. So kinds of punishments also will be different. Let us see what are the two types of punishments. You have major punishment and minor punishment, right? Major ഉണ്ട്, minor ഉണ്ട്, major ഉണ്ട്. So minor punishment എന്ന് പറയുമ്പോൾ ഒന്ന് ഓറൽ റെപ്രിമെൻ്റ് ആണ്, ഒന്ന് റിട്ടൺ റെപ്രിമെൻ്റ് ആണ്. ക്ലിയർ? ഓറലും ആണ് റിട്ടണും ആയിട്ടുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ. അപ്പോൾ റിട്ടൺ റെപ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ, ഓറൽ റെപ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വാർണിംഗ് തരിക, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, ഇങ്ങനെ വർക്ക് ചെയ്താൽ പോരാ, കുറച്ചും കൂടി നന്നായി വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിനാണ് ഓറൽ റെപ്രിമെൻ്റ് എന്ന് പറയുക. അപ്പോൾ അത് മൈനർ ആയിട്ടുള്ള ഒഫൻസുകൾക്കാണ് ഓറൽ റെപ്രിമെൻ്റ് പലപ്പോഴും ഉണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് യു ഹാവ് റിട്ടൺ റെപ്രിമെൻ്റ് ഓൾസോ. റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് റിട്ടേൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വാങ്ങിക്കുക. നമുക്ക് റിട്ടേൺ ആയിട്ട് നമ്മുടെ നിന്ന് എഴുതി വാങ്ങും, ഇനി ഉണ്ടാവില്ല, യു വിൽ നോട്ട് ഡൂ ദിസ് മിസ്കണ്ടക്ട് അഗെയിൻ. ക്ലിയർ? അതൊക്കെ മൈനർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സിൽ വരുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ലോസ് ഓഫ് പ്രിവിലേജ്. ചില സമയത്ത് നമുക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ടാവും, നമുക്ക് ഓവർ ടൈം വർക്ക് ചെയ്യണതിന് കൂടുതൽ. അപ്പോൾ അങ്ങനത്തെ പ്രിവിലേജുകളൊക്കെ നിർത്തിവെക്കുക. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്. ചില സമയത്ത് നമ്മൾ ജോലിയിൽ നിന്ന് പറയാതെ പോയി വൈകുന്നേരം, അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് തന്നു, ആ വർക്കിൽ കുറേ ഡിലേ വരുത്തി. സോ നമ്മളുടെ പ്രിവിലേജുകൾ കുറേശ്ശെ കുറയ്ക്കും, നഷ്ടപ്പെടുത്തും. ആൻഡ് ഫൈനലി ചാർജിങ് ഫൈൻ ഫ്രം അസ്. പലപ്പോഴും പല ഓർഗനൈസേഷനിലും സെയിൽസ്മാൻമാരുടെയൊക്കെ ടെൻഷനാണ്, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ അവരുടെ റെമ്യൂണറേഷൻ ഇത് കട്ട് ചെയ്യും. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് ഫോർ മൈനർ ഒഫൻസസ് ലൈക്ക് ദിസ്. So fines can also be charged. These are the four types of minor punishments. And now let us see what are the major punishments. Major punishments എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ഇൻക്രിമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻക്രിമെൻറ്റിനെ വിത്ത് ചെയ്യുക, അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യണത്. ക്ലിയർ? അപ്പോൾ പിന്നെ പ്രൊസീജിയർ ഉണ്ട് ഇങ്ങനത്തെ പണിഷ്മെൻറ്റിന്. എംപ്ലോയീസിനെ അവരുടെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? സോ നെക്സ്റ്റ് ഇസ് ഡിമോഷൻ. അടുത്തത് ഡിമോഷനാണ്. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രമോഷൻ്റെ താഴെ, പ്രമോട്ട് ചെയ്യണതിന് പകരം നമ്മളെ പണിഷ് ചെയ്തിട്ട് നമ്മളെ ചെറിയ പൊസിഷനിലേക്ക് വെക്കാം. അപ്പോൾ അതും പിന്നെ പെട്ടെന്നൊരു ഡിമോഷനൊന്നും എടുക്കാൻ പറ്റില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഡിമോഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ?
ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളെ റിമൂവ് ചെയ്യുക ഒരു ജോലിയിൽ നിന്ന്, അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നല്ല അർത്ഥം, നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുക. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡീമോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. പക്ഷേ അത് അത്രയും വലിയ സിറ്റുവേഷൻസിൽ മാത്രമേ കമ്പനി ചാർജ് ചെയ്യുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫൈനലി യു ഹാവ് ഡിസ്മിസൽ ഓൾസോ. ദാറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ്. സോ യു ലൂസ് ദ ജോബ്. ഡിസ്ചാർജും ഡിസ്മിസലും ഒരേപോലെ ഫീൽ ചെയ്യും, അതിന് ഒരേ മീനിങ് തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണിഷ്മെൻ്റ് ആവില്ല, പക്ഷെ ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് തന്നെയാണ്. കാരണം ഡിസ്ചാർജ് ചിലപ്പോൾ ഒരു ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നമ്മളെ പറ്റാത്തത് കൊണ്ടാവില്ല, ചിലപ്പോൾ നമ്മളെ വേറെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇതാക്കാനായിരിക്കും. പക്ഷെ ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ആസ്പെക്റ്റ് അലോൺ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു ഡിസിപ്ലിൻ. നമ്മുടെ ഡിസിപ്ലിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത് എന്നുള്ളതാണ്. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, ആബ്സെൻസ് ഓഫ് കോഡ് ഓഫ് പ്രിൻസിപ്പിൾ, പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ, faulty supervision, neglect of personal problems of employees, and delay in settling grievances. Lack of consistency ആണ്. ചില സമയത്ത് നമുക്കൊരു എൻഫോഴ്സിങ് ഡിസിപ്ലിൻ ഒരു സ്ഥിരത ഇല്ലാച്ചാൽ ഇൻഡിസിപ്ലിൻ വരും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിസിപ്ലിൻ വരാനുള്ള മേജർ റീസൺ എല്ലാ കാര്യത്തിലും ഒരു പ്രോപ്പർ സ്ഥിരത ഇല്ലാത്തതാണ്. ക്ലിയർ? ആബ്സെൻസ് ഓഫ് കോഡ് ഓഫ് ഡിസിപ്ലിൻ. എപ്പോഴും ഡിസിപ്ലിന് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഇല്ലാച്ചാൽ ആ ഓർഗനൈസേഷനിൽ ഇൻഡിസിപ്ലിൻ എപ്പോഴും ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. പലപ്പോഴും രണ്ടുപേരെ തല്ലുപിടിച്ചിട്ട് വർക്ക് ചെയ്യണ ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ ദാറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട് ഓൾവേസ്. ഡിവിഷൻ എമംഗ് ദ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഡിവിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ ഒരു സൗകര്യം നോക്കിയിട്ടാച്ചാലും ഇറ്റ് ക്യാൻ ലീഡ് ടു റൈവൽറീസ് ആൻഡ് ഇൻഡിസിപ്ലിൻ. ഇപ്പോൾ കോർഡിനേഷൻ എപ്പോൾ അവസാനിക്കുന്നോ ആ സമയത്ത് ഇൻഡിസിപ്ലിൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫോൾട്ടി സൂപ്പർവിഷൻ ഇസ് അനദർ റീസൺ. ഫോൾട്ടി സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിസിപ്ലിൻ കൂടുതലായിരിക്കും. സൂപ്പർവൈസേഴ്സ് എപ്പോഴും എംപ്ലോയീസുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവണം. അപ്പോൾ സൂപ്പർവിഷൻ നന്നായിട്ടില്ലാച്ചാൽ ഇൻഡിസിപ്ലിൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെഗ്ലെക്റ്റ് ഓഫ് പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ പേഴ്സണൽ പ്രോബ്ലംസും കൂടി കൺസിഡർ ചെയ്താൽ മാത്രമേ അവരുടെ ഭാഗത്തു നിന്നൊരു കോർഡിനേഷനും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഭാഗം കൺസിഡർ ചെയ്തിട്ടില്ല വെച്ചാൽ ദാറ്റ് മേ ലീഡ് ടു ഇൻഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. ക്ലിയർ? ആൻഡ് ഫൈനലി ഡിലേ ഇൻ സെറ്റിലിംഗ് ഗ്രീവിയൻസസ്. അപ്പോൾ ഒരു പരാതി ഉണ്ടായി, ആ പരാതി പരിഹരിക്കാതെ വീണ്ടും 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 പരാതികളായാൽ മൊത്തത്തിൽ കുത്തഴിഞ്ഞ അവസ്ഥയായിരിക്കും. അപ്പോൾ അത് ഇറ്റ് മേ ലീഡ് ടു ഇൻഡിസിപ്ലിൻ. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഇൻഡിസിപ്ലിൻ. ക്ലിയർ? ആൻഡ് യു ഹാവ് എ പ്രൊസീജിയർ ഫോർ ഇൻഡിസിപ്ലിൻ ആക്ഷൻ. നൗ ലെറ്റ് us see what are the procedure for indiscipline action. ഈ പാർട്ടൊക്കെ എളുപ്പമുള്ള ഭാഗമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. ക്ലിയർ? അപ്പോൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഇൻഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആദ്യം തന്നെ പ്രൈമറി ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. എന്നിട്ട് നമ്മൾ ചാർജ് ഷീറ്റ് കൊടുക്കണം. അപ്പോൾ ആരാണോ ഇൻഡിസിപ്ലിൻ ചെയ്ത് വെച്ചാൽ ആ എംപ്ലോയിക്ക് ഒരു ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നോട്ടീസാണ്. അതായത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എന്ത് അച്ചടക്ക നടപടിയാണ്, എന്ത് മിസ്കണ്ടക്റ്റാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പ്രത്യേക അച്ചടക്ക നടപടി എഴുതാൻ പാടില്ല. എന്ത് മിസ്കണ്ടക്റ്റാണ് ഉണ്ടായിട്ടുള്ളത്, കൃത്യസമയത്ത് ഹാജരാവാത്തത് ഒരു തെറ്റായി കണക്കാക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാം. ആ ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷൻ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. നമ്മളോട് എപ്പോഴും പറയുക 7 days നോട്ടീസ് തരും. സഫിഷ്യൻറ്റ് ടൈം ഉണ്ടാവും. അപ്പോൾ ആ സഫിഷ്യൻറ്റ് ടൈം കഴിഞ്ഞാൽ ആ ഒരു ചാർജ് ഷീറ്റിന് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ. ഈ ഒരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ, ചാർജ് ഷീറ്റിൻ്റെ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൺസിഡർ ചെയ്യും. അപ്പോൾ മാനേജർ സാറ്റിസ്ഫൈ ചെയ്തു എക്സ്പ്ലനേഷൻ വെച്ചാൽ ഒരു ഡിസിപ്ലിനറി ആക്ഷനും എടുക്കില്ല. പക്ഷെ മാനേജർ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല വെച്ചാൽ, ആ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടില്ല വെച്ചാൽ അവർ വീണ്ടും അടുത്ത പ്രോസസ്സിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ ഷോ കോസ് നോട്ടീസ് എന്ന് പറയുക. അപ്പോൾ ഷോ കോസ് നോട്ടീസ് എന്ന് പറയുന്നത് ഈ ഒരു
എംപ്ലോയിയുടെ സത്യസന്ധത അയാൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല വെച്ചാൽ ആ എംപ്ലോയി തെറ്റ് ചെയ്തിട്ടുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഷോ കോസ് നോട്ടീസ് ഈസ് ഇഷ്യൂ ടു ദ എംപ്ലോയി. സോ ഈ നോട്ടീസ് എന്താ വെച്ചാൽ അനദർ ചാൻസ് ആണ് എംപ്ലോയിക്ക് അവരുടെ സത്യസന്ധത തെളിയിക്കാനും മിസ്കണ്ടക്റ്റ് ഉണ്ടാവാതെ ആക്കാനും സാറ്റിസ്ഫാക്ടറി ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും. ഷോ കോസ് നോട്ടീസ് യഥാർത്ഥ കാരണം പറയുന്ന നോട്ടീസാണ്, പറയേണ്ട നോട്ടീസാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് സസ്പെൻഷൻ ഓഫ് ദ എംപ്ലോയീസ്. ഇപ്പോൾ ചാർജ് ഭയങ്കര ഗ്രേവായി ഒരു സസ്പെൻഷൻ ഓർഡർ കൊടുക്കാം എംപ്ലോയിക്ക്. ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് 1946 അനുസരിച്ചിട്ട് 1946 അനുസരിച്ചിട്ട് യു ക്യാൻ ഇഷ്യൂ എപ്പോഴും 1946 അനുസരിച്ചിട്ട് പണിഷ്മെൻറ്റ് ക്യാൻ ബി ഗിവൻ ഓർ സസ്പെൻഷൻ ക്യാൻ ബി പ്രൊവൈഡഡ്. ക്ലിയർ? അപ്പോൾ സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ സസ്പെൻഷൻ എങ്ങനെയാ വെച്ചാൽ suspended worker is to be paid a subsistence allowance equal to half of his wages on the first 90 days of suspension and 3/4 of the wages for the remaining period of suspension. Clear? അപ്പോൾ സസ്പെൻഷൻ പീരീഡിലാണെങ്കിലും അലവൻസ് കൊടുക്കണം കമ്പനി. കാരണം കൃത്യമായിട്ടും കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഗ്രേവ് ആയിട്ടുള്ള ഇഷ്യൂവിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഇതെടുക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഇസ് നോട്ടീസ് ഓഫ് ദ എൻക്വയറി. എൻക്വയറി ഒരു നോട്ടീസ് കൊടുക്കും. അത് എൻക്വയറി ഷുഡ് ബി ഇനീഷ്യേറ്റഡ്. അപ്പോൾ എൻക്വയറി വേണം. അപ്പോൾ ഫസ്റ്റ് സെർവിങ് ദ എംപ്ലോയി എ നോട്ടീസ് ഓഫ് എൻക്വയറി ക്ലിയർലി ഇൻഡിക്കേറ്റിംഗ് ദ നെയിം ഓഫ് എൻക്വയറി ഓഫീസർ. ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾ തന്നെ ആവണം എന്നില്ല എൻക്വയറി ഓഫീസർ. അപ്പോൾ ആരാണോ എൻക്വയറി ഓഫീസർ അവരുടെ ടൈമും ഡേറ്റും പ്ലേസും ഒക്കെ ആയിട്ട് എംപ്ലോയിക്കും ഒരു നോട്ടീസ് കൊടുക്കും. സഫിഷ്യൻറ്റ് ടൈമും പ്രോപ്പറായിട്ടുള്ള നോട്ടീസും എംപ്ലോയിക്ക് കൊടുക്കണം എൻക്വയറി ഉണ്ടെങ്കിൽ. അടുത്തത് ഹോൾഡിംഗ് ഓഫ് ദ എൻക്വയറി ആണ്. എൻക്വയറി എങ്ങനെയാ വെച്ചാൽ ജസ്റ്റിഫയബിൾ ആവണം, ഇംപാർഷ്യൽ ആവണം, റെസ്പോൺസിബിൾ ഓഫീസർ ആവണം എൻക്വയറി ചെയ്യണത്. വിറ്റ്നസ് എല്ലാവരും ഉണ്ടെങ്കിൽ വിറ്റ്നസിനെയും കൂടി കൺസിഡർ ചെയ്യണം. എംപ്ലോയി ഷുഡ് ബി ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് ആൻഡ് ഷുഡ് ബി ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്രോസ് എക്സാമിൻ ദ മാനേജ്മെൻറ്റ് വിറ്റ്നസ് ഓൾസോ. ക്ലിയർ? റെക്കോർഡിംഗ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ എൻക്വയറി. ഈ ഒരു പ്രോസസ്സ് ഓഫ് എൻക്വയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറി ഓഫീസർ എല്ലാ ഫൈൻഡിങ്സും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഏത് രീതിയിലുള്ള ആസ് ഫാർ ആസ് പോസിബിൾ പണിഷ്മെൻറ്റ് ഒഴിവാക്കി ഒരു അതോറിറ്റിക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാവുന്ന രീതിയിലാവണം എൻക്വയറി ക്ലോസ് ചെയ്യേണ്ടത്. മേക്കിംഗ് എ ഫൈനൽ ഓർഡർ ഓഫ് പണിഷ്മെൻറ്റ്. അതായത് എൻക്വയറി ഓഫീസർ മിക്ക കാര്യത്തിലും പണിഷ്മെൻറ്റ് എടുക്കുക അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല. ഹി വിൽ ലീവ് ഇറ്റ് ടു ദ മാനേജ്മെൻറ്റ്. അപ്പോൾ അടുത്തത് ഫൈനൽ ഓർഡർ ഓഫ് പണിഷ്മെൻറ്റ് മാനേജ്മെൻറ്റാണ് ഡിസൈഡ് ചെയ്യുക. എൻക്വയറിയുടെ ഫൈൻഡിങ്സ് അനുസരിച്ച് എംപ്ലോയിയുടെ പാസ്റ്റ് റെക്കോർഡും പിന്നെ മിസ്കണ്ടക്റ്റ് എന്ത് തെറ്റാ ചെയ്തിട്ടില്ല വെച്ചാൽ അതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട്. ക്ലിയർ? എന്ത് പണിഷ്മെൻ്റ് ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയി ക്വിക്ക്ലി ആൻഡ് പ്രോംപ്റ്റ്ലി. ദ ലെറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൾസോ ഷുഡ് ബി ദെയർ. ക്ലിയർ? എന്ന് തൊട്ടിട്ടാണ് പണിഷ്മെൻറ്റ് ഇഫക്റ്റീവ് ആവുക എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കണം. ക്ലിയർ? ഇപ്പോൾ എംപ്ലോയിക്ക് തോന്നുകയാണ് എൻക്വയറി പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല വെച്ചാൽ ഹി ക്യാൻ മേക്ക് എൻ അപ്പീൽ. ക്ലിയർ? അതും ഈ ഒരു ഫൈനൽ ഓർഡറിൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി ഫോളോ അപ്പ്. ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തതിന് ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ് ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഷുഡ് ബി നോട്ടഡ് ആൻഡ് ടേക്കൺ കെയർ ഓഫ്. ക്ലിയർ? ദീസ് ആർ ദ 10 points ഓഫ് പ്രൊസീജിയർ ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ. അത് ഈ ഒരു പാർട്ട് നോക്കണം, പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ക്ലിയർ? ആൻഡ് ലാസ്റ്റ് പാർട്ട് ഇസ് ദ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ വിച്ച് ക്യാൻ കം ഫോർ 2 marks ആൻഡ് ഓൾ. എപ്പോഴും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വാട്ട് ഇസ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ? റെഡ് ഹോട്ട് സ്റ്റൗ റൂള് പ്രത്യേകം പറയുന്നുണ്ട്. റെഡ് ഹോട്ട് സ്റ്റൗ പോലെ ആവണം നമ്മളുടെ ഡിസിപ്ലിനറി ആക്ഷൻ എന്നാണ് പറയണത്. എങ്ങനെയാണ് ഡിസിപ്ലിൻ കൊണ്ടുവരിക? ഇപ്പോൾ ഡൗഗ്ലോസ് മെക്ഗ്രിഗറാണ് സജസ്റ്റ് ചെയ്തത് ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂള്. അത് മാനേജേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു എൻഫോഴ്സ് ദ ഡിസിപ്ലിൻ. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഒരു ടച്ചിങ് റെഡ് ഹോട്ട് സ്റ്റൗവും വയലേറ്റിംഗ് റൂൾസ് ഓഫ് ഡിസിപ്ലിനും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയണത്. റെഡ് ഹോട്ടിൻ്റെ പ്രത്യേകത എന്താ? സ്റ്റൗവിൻ്റെ പ്രത്യേകത എന്താ? അത് തൊട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പെട്ടെന്ന് ബേൺ ചെയ്യും. ക്ലിയർ? സോ അതുപോലെ ആവണം നമ്മളുടെ ഡിസിപ്ലിനറി ആക്ഷൻ. അപ്പോൾ വെൻ എ പേഴ്സൺ ടച്ചസ് ദ റെഡ് ഹോട്ട് സ്റ്റൗ ദ ഹാൻഡ് ബേൺസ് ഇമ്മീഡിയറ്റ്ലി.
അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെങ്കിൽ ഒരു മിസ്കണ്ടക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആക്ഷൻ എടുക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ അപ്പം തന്നെ ഒരു അടി കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ സമയത്തിൻ്റെ പാസേജ് അനുസരിച്ചിട്ട് മനുഷ്യന്മാർക്ക് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ വാട്ട് എവർ ഹാപ്പൻസ് ദ ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് വാർണിംഗ്. അപ്പോൾ എപ്പോഴും അതൊരു വാർണിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു സ്റ്റൗവിൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി ചെല്ലുമ്പോൾ നമ്മൾ എന്താ പറയുക, അത് പൊള്ളും എന്നുള്ളത് പറയും. അതേപോലെ തന്നെയാണ് നമ്മൾ അൺആക്സെപ്റ്റബിൾ ബിഹേവിയർ ചെയ്യുമ്പോൾ നമ്മളോട് പറയണം punishment will be there. So advance warning must be provided like a red hot stove. Clear? And it should be consistent. ഇപ്പം നമ്മൾ പറയുക റെഡ് ഹോട്ട് സ്റ്റൗവിൻ്റെ ഇഫക്റ്റ് എന്താ? കൺസിസ്റ്റൻ്റ് ആണ്. അതായത് ആര് തൊട്ടാലും പൊള്ളും. അതേപോലെ തന്നെ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ ദാറ്റ് everyone who performs the same act will be punished accordingly. ആര് ചെയ്താലും പണിഷ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലാവണം റെഡ് ഹോട്ട് സ്റ്റവ് റൂള്. ക്ലിയർ? ആൻഡ് ഫൈനലി ഇംപേഴ്സണൽ. ഇതിനെ കൺസിസ്റ്റൻസിക്ക് ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ്. ഇഫക്റ്റ് ഓഫ് റെഡ് ഹോട്ട് സ്റ്റവ് ഇസ് ഇംപേഴ്സണൽ. ഒരു പേഴ്സൺ ബേൺ ചെയ്യണതിൻ്റെ കാരണം അത് ഇപ്പോൾ ഏത് മനുഷ്യനാണെങ്കിലും, ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാന്ന് നോക്കിയിട്ടല്ലല്ലോ ഒരു സ്റ്റവിൽ തൊട്ടാൽ ബേൺ ആവുക. ആണോ? ഇപ്പോൾ ദീപ മിസ് ആയതുകൊണ്ട് ബേൺ ആവില്ല എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അതുപോലെ ആവണം, ഇംപാർഷ്യൽ ആവണം. ഡിസിപ്ലിനറി ആക്ഷൻ ഓൾസോ ഷുഡ് ബി ഇംപാർഷ്യൽ. ദർ ഇസ് നോ ഫേവറിറ്റിസം. ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുമ്പോൾ ദർ ഇസ് നോ ഫേവറേറ്റ്സ്. ക്ലിയർ? ആൻഡ് ഫൈനലി യു ഹാവ് റെപ്പിറ്റേഷൻ. അതായത് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരു തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു റെഡ് ഹോട്ട് സ്റ്റൗവിൽ തൊട്ടു, വീണ്ടും തൊടുമ്പോൾ എന്താ ഉണ്ടാവുക? കൂടുതൽ ആ ഭാഗം പൊള്ളും അല്ലേ? അതേപോലെ തന്നെയാണ് ഗ്രാവിറ്റി ഓഫ് പണിഷ്മെൻറ്റ് ഓർ ഗ്രാവിറ്റി ഓഫ് മിസ്കണ്ടക്ട് വിൽ ബി മോർ ഇഫ് യു ആർ ഡൂയിങ് ദ സെയിം ഇൻസിഡൻറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ഒരു സിംഗിൾ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളൂ വെച്ചാൽ ലെസ് പണിഷ്മെൻറ്റും, കൂടുതൽ തവണ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ മോർ പണിഷ്മെൻറ്റും റെഡ് ഹോട്ട് സ്റ്റൗ പോലെ തന്നെ കൊടുക്കാൻ നമ്മൾ ഓർഗനൈസേഷനിൽ ശ്രദ്ധിക്കണം. ക്ലിയർ? സോ വിത്ത് ദിസ് റൂൾ we are coming to an end of the discipline and punishment chapter. And finally you have one more chapter to be completed: workers participation in management. Workers participation in management, which can be completed with just 1 hour. അടുത്ത ദിവസം നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ആൻഡ് വി വിൽ കംപ്ലീറ്റ് ഇറ്റ് ടുമോറോ. നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ശരിക്കും ക്ലാസ് ഇല്ല, പക്ഷേ ഞാൻ ഈ ഭാഗം ഒരു അവർ ക്ലാസ് എടുത്തിട്ട് നാളെ ഇടുന്നതാണ് കേട്ടോ. ആൻഡ് വിത്ത് ദിസ് വി വിൽ കംപ്ലീറ്റ് ടുമോറോ. ആൻഡ് ഈവനിങ് വി വിൽ ഡു എ പ്രോബ്ലം ഓൺ അക്കൗണ്ടൻസി. 1 or 2 ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ടേക്ക് കെയർ. ബൈ.